അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1324, സൂറത്തു തൗബ 123 മുതൽ 127 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖാതിലുല്ലദീന യലൂനകും മിനൽ കുഫാരി വൽയജിദൂ ഫീകും ഗില്ലഹ واعلموا أن الله مع المتقين. وإذا ما أنزلت سورة فمنهم من يقول أيكم زادته هذه إيمانا فأما الذين آمنوا فزادتهم إيمانا وهم يستبشرون. وأما الذين في قلوبهم مرض فزادتهم رجسا إلى رجسهم وماتوا وهم كافرون. أولا يرون أنهم يفتنون في كل عام مرة أو مرتين ثم لا يتوبون ولا هم يذكرون. وإذا ما أنزلت سورة نظر بعضهم إلى بعض هل يراكم من أحد ثم انصرفوا صرف الله قلوبهم بأنهم قوم لا يفقهون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. يا أيها الذين آمنوا وسത്യവിശ്വാസികളെ ഖാതിലുല്ലദീന യലൂനകും മിനൽ കുഫാർ, സത്യനിഷേധികളിൽ നിന്ന് നിങ്ങളോട് അടുത്ത് നിൽക്കുന്നവരോട് നിങ്ങൾ പോരാടുക. വൽയജിദൂ ഫീകും ഗില്ല, നിങ്ങളിൽ അവർ രൂക്ഷത കണ്ടെത്തട്ടെ. വഅലമു, നിങ്ങൾ അറിയുകയും ചെയ്യുക, അന്നല്ലാഹ മഅൽ മുത്തഖീൻ, നിശ്ചയം അല്ലാഹു തആല സൂക്ഷ്മാലുക്കളോടൊപ്പമാണ് അവന്റെ സഹായം കൊണ്ട് എന്ന്. വഇദാ മാ ഉൻസിലത്ത് സൂറത്തുൻ, ഒരധ്യായം അവതരിപ്പിക്കപ്പെട്ടാൽ ഫമിൻഹും മൻ യഖൂൽ, ആ കപടന്മാരുടെ കൂട്ടത്തിൽ ചിലർ പറയുന്നവരുണ്ട്, അയ്യുക്കും സാദത്തുഹു ഹാദിഹി ഈമാന, നിങ്ങളിൽ ആർക്കാണ് ഇത് വിശ്വാസം വർദ്ധിപ്പിച്ചത് എന്ന് പറയും പരിഹാസപൂർവം. ഫഅമ്മല്ലദീന ആമനു, അപ്പോൾ സത്യവിശ്വാസികൾ ഫസാദത്തുഹും ഈമാന, അവർക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുന്നു. വഹും യസ്തബ്ശിറൂൻ, അത്തരം അധ്യായങ്ങൾ അവതരിപ്പിക്കപ്പെട്ടതിൽ അവർ സന്തുഷ്ടരുമാണ്. വഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം മറളുൻ, എന്നാൽ ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ ഫസാദത്തുഹും റിജ്സൻ ഇലാ റിജ്സിഹിം, അവരുടെ മാലിന്യങ്ങളിലേക്ക് മാലിന്യം അത് അവർക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതായത് നിഷേധത്തിൽ നിന്ന് നിഷേധം കൂട്ടിയിരിക്കുകയാണ്. വമാതു വഹും കാഫിറൂൻ, നിഷേധികളായി തന്നെ അവർ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അവലാ യറൗന, അവർ ചിന്തിക്കുന്നില്ലയോ, അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമീൻ, ഓരോ വർഷവും അവർ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മറത്തനോ മറത്തൈൻ, ഒന്നോ രണ്ടോ പ്രാവശ്യമെന്ന്. സുമ്മലാ യതൂബൂൻ, എന്നിട്ടും അവർ പശ്ചാത്തപിക്കുന്നില്ല. വലാഹും യദ്ദക്കറൂൻ, അവർ പാഠം ഉൾക്കൊള്ളുന്നുമില്ല. വഇദാ മാ ഉൻസിലത്ത് സൂറത്തുൻ, ഒരധ്യായം അവതരിപ്പിക്കപ്പെട്ടാൽ നവറ ബഅ്ളുഹും ഇലാ ബഅ്ളിൻ, ആ കപടന്മാരിൽ നിന്ന് ചിലർ മറ്റു ചിലരിലേക്ക് നോക്കും. ഹൽ യറാക്കും മിൻ അഹദിൻ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളെ കാണുന്നുണ്ടോ എന്ന് നോക്കും. സുമ്മൻ സറഫു, ആരും കാണുന്നില്ലെങ്കിൽ അവരവിടുന്ന് എഴുന്നേറ്റ് പോകും. സറഫല്ലാഹു ഖുലൂബഹും, അവരുടെ ഹൃദയങ്ങളെ അല്ലാഹു തആല സത്യത്തിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ബിഅന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂൻ, അവർ ചിന്താശേഷിയില്ലാത്തൊരു സമൂഹമാണ് എന്ന കാരണത്താൽ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കപടന്മാരുമായി ബന്ധപ്പെട്ടും നിഷേധികളുമായി ബന്ധപ്പെട്ടും വളരെ കണിശമായ ചില നിലപാടുകൾ പുലർത്തി മുന്നോട്ടു പോകാൻ ധാർമ്മികമായ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി വിശുദ്ധ ഖുർആൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖാതിലുല്ലദീന യലൂനകും മിനൽ കുഫാരി, സത്യനിഷേധികളിൽ നിന്ന് നിങ്ങളോട് അടുത്ത് നിൽക്കുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. അതായത് ആദ്യമാദ്യം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല നിർദ്ദേശിക്കുന്നത് നിങ്ങളുമായി അടുത്ത് ബന്ധമുള്ള ആളുകളെയാണ് സമുദ്ധരിക്കാൻ വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത്.
അവരെയാണ് സത്യത്തിലേക്ക് നിങ്ങൾ ആദ്യമായി ക്ഷണിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തിന്റെ ആദ്യഘട്ടത്തിൽ അങ്ങനെ തന്നെയായിരുന്നല്ലോ, വന്ദിർ അശീറത്തക്കൽ അഖറബീൻ, അടുത്ത കുടുംബക്കാരെ തങ്ങൾ താക്കീത് നൽകണമെന്നായിരുന്നുവല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോ അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ പറയുകയാണ്, വിശ്വാസികൾ ശത്രുക്കളുമായി യുദ്ധം ചെയ്യേണ്ടി വന്നാൽ ഏറ്റവും അടുത്തുള്ള ശത്രുക്കളോടാണ് ആദ്യം യുദ്ധം ചെയ്യേണ്ടത്. അടുത്തവരിൽ ഏറ്റവും അടുത്തവരോട് യുദ്ധം ചെയ്യുമ്പോൾ തന്നെ യുദ്ധം തുടങ്ങുന്നവരായിട്ട് നമ്മൾ മാറാൻ പാടില്ല, മറിച്ച് ഇങ്ങോട്ട് യുദ്ധത്തിന് വരുന്നവരോടാണ് നമ്മൾ പൊരുതേണ്ടത് എന്നൊരു പൊതുതത്വം നേരത്തെ നമ്മൾ പലപ്പോഴും വിശദീകരിച്ചിട്ടുള്ളതാണ്. അതിവിടെ മനസ്സിലാക്കണം. കാരണം ഇസ്ലാമിന്റെ യുദ്ധം പലപ്പോഴും പ്രതിരോധത്തിന് വേണ്ടി മാത്രമാണ് നടത്തിയിട്ടുള്ളത്. യുദ്ധം ചെയ്യാൻ വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു സംവിധാനം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ യുദ്ധക്രമങ്ങളൊന്നും തന്നെ ആരും തെറ്റിദ്ധരിക്കേണ്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അസഹിഷ്ണുതയോടുകൂടെ കാണേണ്ടതോ ഇല്ല എന്നതാണ് വസ്തുത. കാരണം ഇങ്ങോട്ട് കുഴപ്പത്തിന് വരുന്ന ആളുകളുടെ കുഴപ്പമില്ലാതാക്കുക, ധാർമ്മിക മൂല്യങ്ങൾ സംരക്ഷിക്കാനും ധർമ്മം സംരക്ഷിക്കാനും വേണ്ടി പൊരുതുക, ഇതാണ് ഇസ്ലാമിന്റെ നിലപാട്. അതിനുവേണ്ടി യുദ്ധം ചെയ്യേണ്ടി വരും. അതെല്ലാ രാജ്യവും അങ്ങനെ തന്നെയല്ലേ. രാജ്യത്തിന്റെ നിലനിൽപ്പ് ഭീഷണിയിലാകുമ്പോൾ ആ നിലനിൽപ്പ് ഭീഷണിയിലാക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരെ പ്രതിരോധിക്കും. ആ പ്രതിരോധത്തിന്റെ ഭാഗമായി ചിലപ്പോൾ ജീവഹാനി ഉണ്ടാകും. അതുകൊണ്ട് കൊലപ്പെടുത്തി എന്ന പേരിൽ മാത്രം ഒരു ടീമിനെ ആക്ഷേപിക്കുന്നതിൽ അർത്ഥമില്ല. മറിച്ച് ആ കൊലപാതകം എന്തിന്റെ പേരിൽ നടക്കുന്നു എന്നതിനെ അപേക്ഷിച്ചാണ് കാര്യങ്ങളുടെ സുതാര്യതയും അതേപോലെ തന്നെ അതിന്റെ കുടുസ് ആയ നിലപാടുമൊക്കെ വിലയിരുത്തപ്പെടേണ്ടത്. എങ്കിൽ ഇസ്ലാം ഒരിക്കലും തന്നെ വെറുതെ അങ്ങോട്ട് പോയി കുഴപ്പമുണ്ടാക്കി അല്ലെങ്കിൽ ഏതും ഉണ്ടാക്കിയിട്ട് ആളുകളെ പ്രകോപിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന നിലപാടില്ല. ഇങ്ങോട്ട് കുഴപ്പത്തിന് വരുന്നവരെ ആ കുഴപ്പം അമർച്ച ചെയ്യുന്നതിനു വേണ്ടി പ്രതിരോധിക്കുന്ന സമീപനമാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യ യുദ്ധങ്ങളൊക്കെ പരിശോധിച്ചാൽ അതാരോടാണെന്ന് നമുക്ക് കാണാം. തങ്ങളുമായി അടുത്തു ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുമായി. ഇപ്പൊ ഇസ്ലാമിലെ ഏറ്റവും ആദ്യത്തെ സായുധ പോരാട്ടമാണല്ലോ ബദർ. ആ ബദർ യുദ്ധം തന്നെ വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ട് യുദ്ധത്തിന് ഒരുങ്ങി വന്ന് മുസ്ലിമീങ്ങളെ തകർത്തു കളയാമെന്ന മനപ്പായസം കൊണ്ട് വന്ന ആളുകളോടാണല്ലോ നബി തങ്ങൾ പൊരുതിയത്. ഒരിക്കലും ഒരു യുദ്ധം ലക്ഷ്യം വെച്ച് പുറപ്പെട്ടൊരു സംഘമായിരുന്നില്ലല്ലോ അത്. വഴിയിൽ വെച്ച് യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെട്ടപ്പോൾ പോരാട്ടത്തിന്റെ ഭൂമിയിൽ ധൈര്യസമേതം ഉറച്ചു നിൽക്കുകയായിരുന്നുവല്ലോ അവർ ചെയ്തത്. അങ്ങനെയാണ് ഇസ്ലാമിന്റെ യുദ്ധത്തിന്റെ നിലപാട് എന്ന് നമ്മൾ കാണണം. അപ്പോ എല്ലായ്പ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക, യുദ്ധം ചെയ്യാൻ വേണ്ടി യുദ്ധം ചെയ്യുക എന്ന നിലപാട് ഇസ്ലാമിനില്ല. മറിച്ച് ധർമ്മം സ്ഥാപിക്കാനും അസഹിഷ്ണുത അതേപോലെ തന്നെ അസ്വസ്ഥത അതെല്ലാം ഉണ്ടാക്കുന്നവരെ അമർച്ച ചെയ്യാനുമാണ് ഇസ്ലാമിന്റെ പോരാട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ തന്നെ പ്രയോരിറ്റി കൊടുക്കേണ്ടത് നിങ്ങളോട് അടുത്ത് നിൽക്കുന്നവർക്കാണ്. അഥവാ ആദ്യം നന്നാക്കാൻ സാധിക്കുമെങ്കിൽ അവരെ നന്നാക്കുകയും ഇനി ശല്യം അവരെ കൊണ്ടാവുമ്പോൾ ആ ശല്യം ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതിനാണ് പ്രയോരിറ്റി കൊടുക്കേണ്ടത് എന്നർത്ഥം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖാതിലുല്ലദീന യലൂനകും മിനൽ കുഫാർ, സത്യനിഷേധികളിൽ നിന്ന് നിങ്ങളോട് അടുത്തു നിൽക്കുന്നവരെ അടുത്തു നിൽക്കുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. വൽ യജിദൂ ഫീകും ഗില്ലത്തൻ, നിങ്ങളിൽ അവർ രൂക്ഷത കണ്ടെത്തട്ടെ. അതായത് യുദ്ധം ചെയ്യാൻ വേണ്ടി ജീവിക്കുന്നവരല്ല മുസ്ലിമീങ്ങൾ. പക്ഷേ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി ഒരു പോരാട്ടത്തിന്റെ ഭൂമിയിലേക്ക് നിൽക്കേണ്ടി വന്നാൽ ആ പോരാട്ടത്തിൽ ജീവൻ കൊടുത്തും അത് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി മുന്നോട്ട് നീങ്ങുന്നവരാണ്, നല്ല വിൽപ്പവറുള്ളവരാണ്, ശക്തമായ വിശ്വാസത്തിന്റെ വിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നവരാണ് എന്ന തോന്നൽ ശത്രുവിന്റെ മനസ്സിലുണ്ടാവട്ടെ. അല്ലേ? ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും അവർ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടൂല്ല. അതേപോലെ തന്നെ ശത്രുവിനെ കണ്ട് പകച്ചു നിൽക്കില്ല എന്ന തോന്നൽ നിങ്ങളെക്കുറിച്ച് ശത്രുവിന്റെ മനസ്സിലുണ്ടാവണം. അതെല്ലാ യുദ്ധങ്ങളിലും അതിനാവശ്യമായിട്ടുള്ള സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. അവസാനം ശത്രുക്കൾ ജീവനും കൊണ്ട് തോറ്റോടുന്ന സാഹചര്യങ്ങളും നിലനിന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് യുദ്ധത്തിന്റെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. വയലമു, നിങ്ങൾ മനസ്സിലാക്കുകയും വേണം, അന്നല്ലാഹ മഅൽ മുത്തഖീൻ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മാലുക്കളോടൊപ്പമാണ് അവന്റെ സഹായം കൊണ്ട് എന്ന്.
ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഒരിക്കലും തന്നെ അധർമ്മകാരികളായ യുദ്ധത്തിലേക്ക് എടുത്തു ചാടുന്ന സാഹചര്യം നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മൾ നീതിയുടെയും ശരിയുടെയും സത്യത്തിന്റെയും സമാധാനത്തിന്റെയും പക്ഷത്ത് അതിശക്തമായി ഉറച്ചു നിൽക്കുന്നവരാവണം. അതുകൊണ്ട് തന്നെ യുദ്ധം തുടങ്ങുന്നവരോ ഹേതു ഉണ്ടാക്കുന്നവരോ ആയിട്ട് നമ്മൾ മാറാൻ പാടില്ല. ഇങ്ങോട്ട് കുഴപ്പത്തിന് വരുന്നവരെ ആ കുഴപ്പം അമർച്ച ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ധൈര്യസമേതം ഉറച്ചു നിൽക്കുകയും ഭീരുത്വം നമ്മളിലില്ല എന്ന് ഉറപ്പിക്കുകയും വേണം. അങ്ങനെയുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമെന്നാണ് പടച്ച റബ്ബ് ഇവിടെ പറയുന്നത്. അത് നമുക്ക് എല്ലാ യുദ്ധരംഗങ്ങളിലും ബോധ്യവുമാണല്ലോ. ഇപ്പൊ ബദർ എല്ലാ അർത്ഥത്തിലും മുസ്ലിമീങ്ങളെ പട്ടണം പൊടി മൂക്കിൽ വലിക്കുന്ന ലാഘവത്തോടുകൂടെ നശിപ്പിച്ചു കളയാമെന്ന ഓവർ കോൺഫിഡൻസിന്റെ അടിസ്ഥാനത്തിലായിരുന്നുവല്ലോ അബൂജഹലും ടീമും ബദറിലേക്ക് വന്നത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് വലിയ സഹായം ചെയ്തു. ശത്രുക്കൾ നാണം കെട്ട തോൽവിയുമായി പിന്തിരിഞ്ഞോടേണ്ട ഗതികേടുണ്ടായി. അതിന് പകരം വീട്ടാനെന്ന രൂപത്തിലാണ് ഉഹദിലേക്ക് അവർ വീണ്ടും മാർച്ച് ചെയ്തത്. ആ ഉഹദും പക്ഷേ മുസ്ലിമീങ്ങൾക്ക് ഇടയ്ക്ക് ചില തിരിച്ചടികളൊക്കെ ഉണ്ടായെങ്കിലും ആ യുദ്ധത്തിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും മുസ്ലിമീങ്ങൾ അവരുടെ കൃത്യമായിട്ടുള്ള ഫോം തിരിച്ചുപിടിച്ച് ശത്രുക്കൾക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചു. യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്ന സാഹചര്യമാണ് അവർക്ക് അനുഭവിക്കേണ്ടി വന്നത്. ആ യുദ്ധം കഴിഞ്ഞ് ഉഹദിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ വീണ്ടും അവർക്ക് നമ്മളിങ്ങനെ തോറ്റുകൊണ്ട് മക്കത്തേക്ക് ചെല്ലാൻ പാടില്ല, അതുകൊണ്ട് മദീനയിൽ പോയി മുസ്ലിമീങ്ങൾ ആക്രമിക്കണം എന്ന ഒരു തോന്നലിലേക്ക് അവരെത്തുകയും വഴിയിൽ വെച്ച് അതിനുവേണ്ട ചില ചർച്ചകൾ നടക്കുകയും ചെയ്തപ്പോ ആ വിവരം അറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അവരുള്ളിടത്തേക്ക് അങ്ങോട്ട് ചെന്ന് എന്നാ പിന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ പൊരുതിക്കളയാമെന്ന തീരുമാനമെടുത്തതായിട്ട് ചരിത്രത്തിലുണ്ട്. നബിതങ്ങളും സഹാബത്തും സൈനിക നീക്കം വീണ്ടും നടക്കുന്നു എന്നറിഞ്ഞതോടുകൂടെ മുസ്ലിമീങ്ങളെ തകർക്കാനും മദീന അറ്റാക്ക് ചെയ്യാനുമുള്ള പദ്ധതി ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് തടിയെടുക്കുകയായിരുന്നു അവർ ചെയ്തത് എന്നുമൊക്കെ കാണാം. അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ മുസ്ലിമീങ്ങൾ ശരിക്കും ന്യായത്തിനും സത്യത്തിനും വേണ്ടി അടിയുറച്ചു നിൽക്കുമെന്നും അതിനെന്ത് കഷ്ടനഷ്ടങ്ങൾ വന്നാലും അതൊക്കെ പൂമാലയായി സ്വീകരിക്കാൻ അവർ റെഡിയാണെന്നുമുള്ള തോന്നൽ നിങ്ങളെക്കുറിച്ച് ശത്രുവിന്റെ മനസ്സിലും ഉണ്ടാകണം. കാരണം നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല, അള്ളാഹുവിന്റെ സഹായം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ ശരിയുടെയും സത്യത്തിന്റെയും പക്ഷത്തായിരിക്കണമെന്ന നിബന്ധനയോടെ. അതാണ് വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയം സൂക്ഷ്മാലുക്കളോടൊപ്പമാണ് എന്ന് നിങ്ങൾ അറിയണം. അഥവാ നിങ്ങൾക്ക് തഖ്വയുണ്ടോ, അതേപോലെ തന്നെ അനീതിയും അക്രമവും നിങ്ങൾ ചെയ്യുന്നില്ല, നീതിക്കും അതേപോലെ തന്നെ ക്രമത്തിനും വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇനി കപടന്മാരുടെ മറ്റൊരു ദുസ്വഭാവം അല്ലാഹു പറയാണ്. വൈദാമാ ഉൻസിലത്ത് സൂറത്തുൻ, വിശുദ്ധ ഖുർആനിലുള്ള ഒരു അധ്യായം അവതരിപ്പിക്കപ്പെട്ടാൽ ഫമിൻഹും, ആ കപടന്മാരുടെ കൂട്ടത്തിൽ ഉണ്ട് മൻ ചിലർ, യഖൂൽ അവർ പറയും, അയ്യുക്കും സാദത്തുഹു ഹാദിഹി ഈമാന, ഈ അധ്യായം നിങ്ങളിൽ ആർക്കാണ് വിശ്വാസം വർദ്ധിപ്പിച്ചത് എന്ന് പറയും. പരിഹാസപൂർവ്വം പറയണതാണ്, കളിയാക്കാൻ വേണ്ടി പറയണതാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുഖിറല്ലാഹു വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വിശ്വാസികൾ അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിന് അതിന്റേതായിട്ടുള്ള ആത്മഹർഷം അനുഭവപ്പെടും. അതോടൊപ്പം വൈദാ തുലിയത് അലൈഹിം ആയാതുഹു, അല്ലാഹുവിന്റെ സൂക്തങ്ങൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സാദത്തുഹും ഈമാന, അതവർക്ക് വിശ്വാസം വർദ്ധിപ്പിക്കും. അപ്പൊ മുഅ്മിനീങ്ങൾക്ക് ഖുർആൻ കേട്ടാൽ വിശ്വാസം വർദ്ധിക്കും എന്നതിനെ ചോദ്യം ചെയ്യാനും അതിനെ കളിയാക്കാനും വേണ്ടി വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം അവതരിച്ചാൽ കപടന്മാര് പരിഹാസപൂർവ്വം ചോദിക്കും, അല്ല ഈ അധ്യായം ഇറങ്ങിയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ആർക്കാ ഈമാൻ വർദ്ധിച്ചത്, വിശ്വാസം വർദ്ധിച്ചത് എന്ന് ചോദിക്കും. എന്നാൽ ഖുർആന്റെ മറുപടി എന്താ? ഫഅമ്മല്ലദീന ആമനൂ, അപ്പോൾ സത്യവിശ്വാസികൾ, ഫസാദത്തുഹും ഈമാന, അവർക്ക് ഈ അധ്യായം ഈമാൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അവരുടെ മനസ്സിൽ വിശ്വാസം കൂടിയിട്ടുണ്ട്. ഓരോ ആയത്തുകൾ ഇറങ്ങുമ്പോഴും അവർക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവുകൾ ലഭിക്കുന്നുണ്ട്, അവർക്ക് ബോധ്യങ്ങളുണ്ടാകുന്നുണ്ട്, അവരുടെ വിശ്വാസത്തിന് വർധനവും കൂടുന്നുണ്ട്. വഹും യസ്തബ്ശിറൂൻ, ഇങ്ങനെ ഒരു സൂക്തവും അല്ലെങ്കിൽ ഒരു അധ്യായവും ലഭിച്ചതിൽ അവർ സന്തോഷിക്കുന്നവരുമാണ്.
അത് മുസ്ലിമീങ്ങൾക്ക് എന്തായാലും ഖുർആനിന്റെ ഓരോ ഭാഗങ്ങൾ അവതരിക്കുമ്പോഴും അതിന്റേതായിട്ടുള്ള പ്രത്യേക ഗുണഫലങ്ങൾ അവരനുഭവിക്കുന്നുണ്ട്. പക്ഷെ നിഷേധികൾക്ക് അതൊന്നും ബോധ്യപ്പെടാനോ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനോ ഉള്ള സൗഭാഗ്യമല്ലാണ്ട് പോയി. അതുകൊണ്ട് പരിഹസിച്ചും കളിയാക്കിയും നടന്ന് ജീവിതം തുലക്കാനാണ് അവറ്റകളുടെ വിധി എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. വമ്മല്ലദീന ഫീ ഖുലൂബിഹിം മറളുൻ, എന്നാൽ ഹൃദയത്തിൽ കപടരോഗമുള്ള ആളുകൾ ഫസാദത്തുഹും, ആ അധ്യായം അവർക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. രിജിസൻ ഇലാ രിജിസിഹിം, അവരിലുള്ള മാലിന്യത്തിലേക്ക് മാലിന്യത്തെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. മാലിന്യം എന്ന് പറഞ്ഞാൽ അവരുടെ അവിശ്വാസമാണ്. അതേപോലെ തന്നെ ഖുർആനെ കുറിച്ചുള്ള സംശയമാണ്. ആ സംശയം വർദ്ധിക്കുകയാണ് അവർക്ക് ചെയ്തിട്ടുള്ളത്. വമാത്തുവഹും കാഫിറൂൻ, അവർ നിഷേധികളായി തന്നെ ചത്തുപോവുകയും ചെയ്തിരിക്കുന്നു. അതായത് സത്യനിഷേധം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ ആ നിഷേധത്തിന്റെ പേരിൽ ഓരോ അധ്യായങ്ങൾ ഇറങ്ങുമ്പോഴും ഓരോ സൂക്തങ്ങൾ ഇറങ്ങുമ്പോഴും അവർക്ക് അവിശ്വാസം കൂടുകയും അതേപോലെ തന്നെ പരിഹാസം നടത്തുകയും ചെയ്ത് അവർ കൂടുതൽ കൂടുതൽ അധപ്പതനത്തിലേക്ക് പോയി ആ അധപ്പതനത്തിലായി തന്നെ മരിച്ചു പോകാനുള്ള വിധിയാണ് അവർക്കുണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഒരേ സാധനം, ആ സാധനം ഉപയോഗിക്കുന്ന ശൈലിയുമായി ബന്ധപ്പെട്ട് ഗുണമോ ദോഷമോ ഉണ്ടാകും. വിശുദ്ധ ഖുർആന്റെ സൂക്തങ്ങൾ അവതരിക്കുമ്പോൾ ചിലർക്ക് ഈമാൻ വർദ്ധിക്കുന്നു, വിശ്വാസത്തിന് വർധനവുണ്ടാകുന്നു. മറ്റു ചിലർക്ക് അവിശ്വാസത്തിനും വർധനവ് കൂടുന്നു. അത് ഖുർആന്റെ മോശമല്ല, അതിനെ സമീപിക്കേണ്ട ശൈലിയിൽ സമീപിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന റിയാക്ഷനാണ് എന്ന് തിരിച്ചറിയണമെന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അവലായ റൗന, അവർ ചിന്തിക്കുന്നില്ലയോ അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ, ഓരോ കൊല്ലവും അവർ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. മറത്തനോ മറത്തൈനി, ഒരു തവണയോ രണ്ട് തവണയോ ഒക്കെ. അത് എക്സാക്ട് രണ്ട് തവണ എന്നുള്ള അർത്ഥത്തിലല്ല, ധാരാളം പ്രാവശ്യം അവർക്ക് പല പരീക്ഷണങ്ങളും വരുന്നുണ്ട്. അവരെക്കുറിച്ചുള്ള അവരുടെ മനസ്സിലുള്ള തെറ്റായ ചിന്താഗതികളെ അല്ലാഹു തആല പുറത്തിട്ടുകൊണ്ട് അവർ വഷളാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊരു പരീക്ഷണമാണ്. അതേപോലെ അവർക്ക് പരാജയം സംഭവിക്കുന്നുണ്ട്, അവർക്ക് ശിക്ഷകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ചിലപ്പോഴൊക്കെ അവരുടെ കയ്യിലിരിപ്പിന്റെ ദോഷം കൊണ്ട് മറ്റു നിലക്കുള്ള വരൾച്ചയും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെയെല്ലാം അവർ പരീക്ഷിക്കപ്പെട്ടിട്ടും സുമ്മലായ തൂബൂന, അവർ പിന്നീട് പശ്ചാത്തപിക്കുന്നില്ല. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതുപോലെ കാര്യങ്ങൾ നടക്കൂ, ഞങ്ങൾ അവന്റെ തീരുമാനത്തിന് അനുസരിച്ച് നിന്നാലേ ഞങ്ങൾ രക്ഷപ്പെടൂ എന്ന് മനസ്സിലാക്കുന്നതിന് പകരം അവർ വീണ്ടും വീണ്ടും എന്തു ചെയ്യുന്നു? അവർ നിഷേധത്തിന്റേതായിട്ടുള്ള ശൈലിയും സ്വഭാവവും കൊണ്ടു നടക്കുന്നു. അവരുടെ നിലവിലുള്ള തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ല. വലാഹും യദ്ദക്കറൂൻ, അവർ പാഠം ഉൾക്കൊള്ളുന്നുമില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നമ്മൾ കാണേണ്ടതാണ്. അപ്പൊ അവർക്ക് വാസ്തവത്തിൽ ചിന്തിക്കാനും മാറാനുമുള്ള അവസരം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും തന്നെ അവർക്ക് അതിനുള്ള അവസരം വരുന്നില്ല, അവർ പാഠം ഉൾക്കൊള്ളുന്നുമില്ല എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു. ഇന്ന് കപടന്മാരുടെ വീണ്ടും സ്വഭാവം പറയാം. വൈദാമാ ഉൻസിലത്ത് സൂറത്തുൻ, ഒരധ്യായം അവതരിപ്പിക്കപ്പെട്ടാൽ നളറ ബഅലുഹും ഇലാ ബഅലിൻ, കപടന്മാരിൽ ചിലർ മറ്റു ചിലരിലേക്ക് പരിഹാസപൂർവ്വം നോക്കും. എന്താ നോക്കണത്? ഹൽ യറാക്കും മിൻ അഹദിൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളെ കാണുന്നുണ്ടോ എന്ന് നോക്കും. ആരും കാണുന്നില്ലെങ്കിൽ സുമ്മൻ സറഫു, അവരെന്താക്കും? അവർ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകും. ആരും കാണുന്നില്ല നമ്മളെങ്കിൽ ആ അധ്യായം കേൾക്കാൻ തന്നെ നിൽക്കാതെ അവരവിടുന്ന് തടിയെടുക്കും. അതേസമയത്ത് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെന്ന് കണ്ടാൽ അവരവിടെ തന്നെ ഉറച്ചിരിക്കും, ഞങ്ങളിതൊക്കെ സ്വീകരിക്കുന്നവരാണ് എന്ന വ്യാജേന. വാസ്തവത്തിൽ മനസ്സിൽ അവിശ്വാസം അങ്ങേയറ്റം അരക്കിട്ടുറപ്പിക്കപ്പെട്ട നിഷേധത്തിന്റേതായിട്ടുള്ള വല്ലാത്ത ശൈലിയായിരിക്കും അവർക്കുണ്ടാവുക. എന്നാൽ ഇത്തരം ഒരു നെഗറ്റീവ് അപ്രോച്ചുമായി മുന്നോട്ടു പോകുന്ന ആളുകൾ സറഫല്ലാഹു ഖുലൂബഹും, അവരുടെ ഹൃദയങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ വിട്ട് തെറ്റിച്ചിരിക്കുന്നു. അഥവാ സത്യം സ്വീകരിക്കില്ല എന്ന നിർബന്ധ ബുദ്ധി അവർ അവരുടെ മനസ്സിൽ കാത്തുസൂക്ഷിച്ചപ്പോൾ അതിനനുസരിച്ചുള്ള ജീവിതത്തിനുള്ള അവസരം അല്ലാഹു തആല അവർക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങൾ അവരെത്ര തന്നെ കേട്ടാലും അതവരുടെ മനസ്സിൽ പരിവർത്തനം ഉണ്ടാക്കുന്നില്ല, ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നില്ല, ഗുണപരമായിട്ടുള്ള മാറ്റങ്ങളൊന്നും അവർക്കുണ്ടാകുന്നില്ല. കാരണം അവരുടെ മനസ്സ് ഒരിക്കലും തന്നെ സത്യം സ്വീകരിക്കില്ല എന്നിടത്തേക്ക് അവർ കൃത്യമായി ക്രമീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു തആല അവരുടേതായിട്ടുള്ള ആ നിലപാടിനനുസരിച്ച് അവരുടെ ഹൃദയത്തെ അല്ലാഹു തആല സത്യത്തിൽ നിന്ന് തിരിച്ചു. ബിഅന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂൻ, അവർ ചിന്താശേഷിയില്ലാത്ത ഒരു ജനതയാണ് എന്ന കാരണത്താൽ അല്ലാഹു തആല നമുക്ക്
ഹിദായത്തും ഈമാനും നിലനിർത്തി തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.